ഇതിൽ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ അവനെ ചെരുപ്പൂരി അടിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അങ്ങനെ അടിക്കാൻ നിൽക്കുന്നതിൽ ആദ്യം ഞാൻ കാണും. കാണേണ്ട പടം മിസ് ചെയ്യരുത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റും ഡയറക്ഷനും ഒരു രക്ഷയില്ല, നന്നായിട്ടുണ്ട്. അടിപൊളിയാണ്, അടിപൊളി. ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീലായി. ബാസി ആയാലും സൗബിനായാലും അടിപൊളി. അനിമ ഫുള്ള് കോമഡി അല്ലേ, പക്ഷേ മഞ്ഞുമൽ ബോയ്സ് ഫുള്ള് ത്രില്ലറാണ്. വിഷയം സിനിമ ഒരു രക്ഷയില്ല. പടം അമേസിംഗ് ആണ്, വേറെ ലെവലാണ്. സുഷിം പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡായാലും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും ഇവർ തമ്മിലുള്ള ഒരു വൈബായാലും എല്ലാം കണക്ട് ആവുന്നുണ്ട്. നല്ല പടമായിരുന്നു, കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ബസ്സി വീഴുന്ന സംഭവമില്ല, അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല പടമായിരുന്നു. അടിപൊളി പടമായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് കാണാൻ പറ്റിയ പടം, ഫ്രണ്ട്സായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ പടം. ബസ്സിനെ കൊണ്ടൊന്ന് കാണാൻ പറ്റിയ പടമൊന്നുമല്ല, ഫ്രണ്ട്സായിട്ട് വന്നിരുന്ന് കാണേണ്ട പടമാണ് ഇത്. റിവ്യൂഡാണ്. പടം കൊള്ളാം, നല്ല പടം. മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട്. ഗംഭീരം, ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ. ഒന്നും പറയാനില്ല. ശ്രീനാഥ് ബാസി, സോബിൻ സാഗർ ഇതിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളി. ഈ സിനിമ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതുകൊണ്ട് തീരണ വര ഇങ്ങനെ തിയേറ്റർ കണ്ണ് അത്ര അടിപൊളി. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. 100 കോടി പടം. പടത്തെ പറ്റി എന്തിനാണ് വാക്കുകളില്ല പറയാൻ. ഇനി വേറെ സിനിമ നടത്തുന്നില്ലല്ലോ, അപ്പം വേറെ സിനിമ നടത്തിയില്ല. അപ്പം ഈ പടം 100 കോടി എന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് അടിപൊളി പടം, ഒന്നും പറയില്ല. നൈസാണ് ബ്രോ, വേറെ ഒന്നും പറയില്ല. നമ്മൾ ഗുഹയിൽ നിൽക്കുന്ന ഒരു ഫീലൊക്കെ തരുന്നുണ്ട്, അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് നോക്കുന്നുണ്ട്, അതേപോലെ നമുക്ക് അവരെ രക്ഷിച്ചെടുക്കുമ്പോഴേ നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. അവസാനം ആ ഫോട്ടോ ഒക്കെ കാണിക്കുമ്പോൾ മഞ്ചം പക്കാ പടം എന്ന് പറയുമ്പോൾ നമുക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു ട്രോമ അടിക്കും. അതാണ് സംഭവം. എന്തായാലും ട്രോമയായി പടം വെക്കാം. അടിപൊളിയാണ് കേട്ടോ. ഒരു തിയേറ്ററൽ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം നമ്മൾ. അമ്പരത്തിൻ്റെ ജാനേമൻ കണ്ടിട്ട് അതൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് നേരെ രീതിയിലൊരു ഷിഫ്റ്റ് ആയിട്ട് വേറൊരു രീതിയിലേക്ക് വന്നുള്ളൊരു പടമാണ്. പിന്നെ വിഷ്വൽസ്, DOP എല്ലാം അടിപൊളിയാണ്. മ്യൂസിക് എല്ലാം നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ലാഗില്ല, സ്ക്രീൻ പ്ലേ ഒക്കെ അടിപൊളിയാണ്. തിയേറ്റർ സ്കോറൊക്കെ ഒരു രക്ഷയില്ല, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടില്ല. നമ്മൾ മസ്റ്റ് വിസിറ്റ് ആണ്, തിയേറ്ററിൽ പോയി കണ്ടേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നഷ്ടമാണ്. കിട്ടില്ല പടം, ഒരു രക്ഷയില്ല. പടം നല്ല പടം, നല്ല ഡയറക്ഷൻ, അഭിനയം കൊള്ളാം, സൂപ്പർ പടം. ലാഗില്ല, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സിനിമ. 2-3 ജംസ്കെയർ സീൻ വെച്ചാൽ ലൈക്ക് റിവീൽ ചെയ്യുന്നില്ല. 2-3 ജംസ്കെയർ സീൻ അപ്പോൾ പക്ക നമ്മൾ ഞെട്ടിപ്പോയി. അങ്ങനത്തെ എഫക്റ്റ് ആയിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട ഒരു പടമാണ്. നല്ലൊരു തിയേറ്റർ പറ്റുവാണെങ്കിൽ പരമാവധി പോയി കാണാൻ ശ്രമിക്കുക. നല്ല പടമാണ് കേട്ടോ. എൻ്റെ ത്രില്ലർ പടമാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. BGM ഒക്കെ നൈസായിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ജാനേമനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വേറെ രീതി, ഇത് വേറെ നല്ല മേക്കിംഗ് ഒക്കെ ഒന്നൊരു പറയാൻ പറ്റായിരുന്നു. ഇത്രയും കിടിലായിരുന്നു, കൊള്ളാം, മറക്കൂല ഇരിക്കും. സെക്കൻഡ് ഹാഫിന് ശേഷം ഫുള്ള് സീറ്റഡ്ജ് പരിപാടിയാണ്. ടെക്നിക്കൽ സൈഡും എനിക്ക് തോന്നുന്നു ഗുഹയൊക്കെ ആർട്ടാണെന്നാണ് തോന്നുന്നത്. അജയൻ ചാലിശ്ശേരിയുടെ ആർട്ടാണ് പരിപാടിയൊക്കെ. ആർട്ടാണെന്നൊന്നും ഒരു ഇതുപോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് അതിൻ്റെ ലൈറ്റിംഗ് പരിപാടിയൊക്കെ ഷൈജു കാലത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രീനാഥ് ബാസിയുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് റൊമാൻസിഫിക്കേഷനാണ്, ഒരു എമോഷണൽ റോളർ കോസ്റ്ററാണ്. എല്ലാവർക്കും കണക്റ്റ് ആവും. ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞാൽ ബോക്സ് ഓഫീസ് കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്. 50 കോടിയോ 100 കോടിയിൽ അടിക്കണം ഈ പടം. കാരണം ഒരു സ്റ്റാറിനെ പോലും ഇല്ലാതെ വെച്ചിട്ട് ഒരു 11 യുവ നടന്മാരെ വെച്ചിട്ട് ഒരു ഡയറക്ടർ അറ്റംപ്റ്റ്, രണ്ടാമത്തെ പടമാണ് പുള്ളിയുടെ. സുഷിം പറഞ്ഞ പോലെ തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഇതൊരു ബെഞ്ച് മാർക്കാണിത്. പറയാം ചേട്ടാ, മൊത്തത്തിൽ സ്ക്രീൻ വർക്ക് ആയാലും ആർട്ട് വർക്ക് ആയാലും മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. കണ്ടോക്കി. സൗബിൻ ഷായർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ ആയാലും എഡിറ്റിംഗ് ആയാലും കളറിങ് ആയാലും എല്ലാം പൊളിയാണ്. നല്ല പടം. പടത്തെ പറ്റി നല്ലതേ മാത്രമേ പറയാനുള്ളൂ. നല്ല പടം, ഉഗ്രൻ സിനിമയാണ്. നല്ല ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സർവൈവൽ ത്രില്ലറാണ് ബേസിക് സിനിമ. നല്ലൊരു സിനിമ. ചിദംബരം എന്ന് പറയുന്ന ഡയറക്ടറുടെ കാലിബർ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഷൈജു ഖാലിദിൻ്റെ ഉഗ്രൻ സിനിമാറ്റോഗ്രാഫി. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു മ്യൂസിക് എന്ന് പറയുന്ന സാധനം നമുക്ക് കേട്ടില്ല. അത് എന്താണെന്നറിയാമോ, ആ പടത്തിനകത്തേക്ക് അത്രയ്ക്ക് മെഴുകിച്ചേർന്നു. ആ പടത്തിനകത്ത് ഞങ്ങളെ അത്രയ്ക്കും സിങ്ക് ചെയ്യുന്ന വിധത്തിലാണ് ഓരോ പരിപാടികളും അതിന് ചെയ്തത്. ഇങ്ങനെ ഒരു സിനിമ മലയാളികളുടെ അഭിമാനം തന്നെയാണ് ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്നത്. അത്രയ്ക്കും കാരണം അതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടുണ്ട്. അഭിനേതാക്കളാണെങ്കിലും അതിൻ്റെ മേക്കേഴ്സ് ആണെങ്കിലും അതിൻ്റെ പ്രൊഡ്യൂസർമാരാണെങ്കിലും എല്ലാവരും. ഇന്ന് സൂപ്പർ സ്റ്റാറിൻ്റെയും ബാക്കിയുള്ളവരുടെ പിറകെ മാത്രം പോകുമ്പോൾ ഇത്രയും ചെറിയൊരു ടീമിനെ വെച്ച് ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അത് അവർ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ കണ്ടതിൽ വെച്ചിട്ട് മലയാള സിനിമയെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. ആ ടീമിനെ കുറിച്ച് എടുത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. അവർക്ക് ഇനിയും നല്ല നല്ല സിനിമകൾ ഇതേപോലെ ചെയ്യാൻ പറ്റട്ടെ. കാരണം ഒരു പ്രേക്ഷകൻ്റെ കണ്ണും മനസ്സും എല്ലാം ഒരേപോലെ നിറയ്ക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഇതെല്ലാം 101%, 150 മാർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൊടുത്തിട്ട് ഞാൻ ഇന്ന് പോകുള്ളൂ. ആ ഡയറക്ടറെ ഇന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മിയും കൊടുത്തിട്ട് ഞാൻ പോകുള്ളായിരുന്നു. ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്, നിങ്ങൾ നല്ലൊരു ഇതാണ് ചെയ്തത്. മിസ്റ്റർ ചിദംബരം നല്ലൊരു കാലിബറുള്ള ഡയറക്ടറാണ്. ഉയർന്നു വരട്ടെ. ഫോട്ടോ പോലും ഇതുവരെ കണ്ടിട്ടില്ല.
നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ. നിങ്ങളുടെ പ്രയത്നത്തിന് 101% ആണ് എൻ്റെ മാർക്ക്.